ഹലോ, വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ +2 കമ്പ്യൂട്ടർ സയൻസിൻ്റെ 6th ചാപ്റ്റർ തൊട്ടാണ് ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ പുതിയ ചാപ്റ്റർ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. ഒരു ചെറിയ ചാപ്റ്ററാണ്. ജാവാസ്ക്രിപ്റ്റ് എന്താണെന്നും അതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന ഒരു കുഞ്ഞ് ചാപ്റ്ററാണ് ഈ ഒരു 6th ചാപ്റ്റർ. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ കുറച്ച് ലാംഗ്വേജസ് നോക്കി. HTML പഠിച്ചു, C++ പഠിച്ചു, അങ്ങനെ വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ വെബ് പേജ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പാഠം കൂടിയാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ടും ജാവാസ്ക്രിപ്റ്റിനെയാണ് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ഇവിടെ നമ്മൾ വെബ് പേജ് അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ മുൻപ്. അപ്പോൾ വെബ് പേജുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴി പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെബ് പേജസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ മിക്കതും പല ക്രിയേറ്റീവ് കണ്ടൻറ്റുകളും അല്ലെങ്കിൽ പല ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള വലിയ വലിയ വെബ് പേജസുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള വെബ് പേജുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യും. അതിൻ്റേതായിട്ടുള്ള സ്പീഡ്, അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ കിട്ടാനായിട്ട് കുറച്ച് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസൊക്കെ അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിൽ വരുന്നതാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റും സെർവർ സൈഡ് സ്ക്രിപ്റ്റും. അതായത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ക്ലയൻറ്റ് സൈഡും ഉണ്ട്, സെർവർ സൈഡും ഉണ്ട്. രണ്ട് സൈഡിലും, ക്ലയൻറ്റ് സൈഡിലും സെർവർ സൈഡിലും സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളുടെ ക്ലയൻറ്റ് സൈഡിൽ യൂസ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് ജാവാസ്ക്രിപ്റ്റും VB സ്ക്രിപ്റ്റും. ജാവാസ്ക്രിപ്റ്റും VB സ്ക്രിപ്റ്റും ക്ലയൻറ്റിൻ്റെ സൈഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ ബ്രൗസറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് ജാവാസ്ക്രിപ്റ്റും VB സ്ക്രിപ്റ്റും. ഇതിൽ ജാവാസ്ക്രിപ്റ്റാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റാണ്. കാരണം നമ്മളുടെ എല്ലാ ടൈപ്പ് ബ്രൗസേഴ്സും സപ്പോർട്ട് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റിനെയാണ്. VB സ്ക്രിപ്റ്റിനെ എല്ലാ ബ്രൗസേഴ്സും സപ്പോർട്ട് ചെയ്തു എന്ന് വരില്ല. അപ്പോൾ എല്ലാ ബ്രൗസേഴ്സും സപ്പോർട്ട് ചെയ്യുന്നൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് ജാവാസ്ക്രിപ്റ്റാണ് കൂടുതലും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഒരു ഇൻ്റർനെറ്റ് വഴി ഒരുപാട് പേര്, കുറേ പേര് വെബ് പേജസും വെബ്സൈറ്റുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, വെബ് പേജുകളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയില്ല, ഇത്രയും ആൾക്കാർ വ്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ പല ടൈപ്പിലുള്ള ബ്രൗസേഴ്സ് ആയിരിക്കും പലരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു വെബ് പേജ് അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ ബ്രൗസേഴ്സും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ട് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കൂടുതൽ വെബ് പേജുകൾ ജാവാസ്ക്രിപ്റ്റിൽ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ടോപ്പിക് ഉണ്ട്, ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് ജാവാസ്ക്രിപ്റ്റ്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റാണ്, ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് നമ്മളുടെ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ക്ലയൻറ്റിൻ്റെ സൈഡിലുള്ള വാലിഡേഷൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ്, ഡാറ്റ വാലിഡേഷന് വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മളുടെ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ജാവാസ്ക്രിപ്റ്റിന് നമ്മളുടെ സെർവറിൻ്റെ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ലാംഗ്വേജസിന് നമ്മുടെ സെർവറിലുള്ള വർക്ക് ലോഡ് അല്ലെങ്കിൽ ട്രാഫിക് ഇതൊക്കെ റിഡ്യൂസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. കാരണം ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് ചെയ്യേണ്ട വാലിഡേഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ സെർവറിന് ഈ ഒരു ബേർഡൻ വരുന്നില്ല. അപ്പോൾ അതാണ് മെയിൻ കാര്യങ്ങൾ. അപ്പോൾ എന്താ പറഞ്ഞത്, നമ്മളുടെ ഡാറ്റ വാലിഡേഷൻ, ക്ലയൻറ്റ് സൈഡിലുള്ള ഡാറ്റ വാലിഡേഷൻ നോക്കുന്നു. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ട്രാഫിക്കും വർക്ക് ലോഡും, സെർവറിൻ്റെ നെറ്റ്വർക്ക് ട്രാഫിക്കും വർക്ക് ലോഡൊക്കെ റെഡ്യൂസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളുടെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കൊരു ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റായിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ടാഗ് ആവശ്യമുണ്ട്. നമുക്കൊരു വെബ് പേജിൽ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ക്രിപ്റ്റ് എഴുതാനുള്ളൊരു ടാഗ് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗാണ് സ്ക്രിപ്റ്റ് ടാഗ്. വൺ വേർഡൊക്കെ ചോദിക്കുന്നതാണ് ജാവാസ്ക്രിപ്റ്റിനെ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനെ
നമ്മുടെ വെബ് പേജിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് അത് ഏതാണെന്നുള്ളത് ചോദിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള ടാഗ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ടാഗാണ്. അപ്പോൾ എന്താണ് സ്ക്രിപ്റ്റ് ടാഗ് നമുക്ക് നോക്കാം. സ്ക്രിപ്റ്റ് ടാഗ് മെയിൻലി യൂസ് ചെയ്യുന്നത് സ്ക്രിപ്റ്റിംഗ് കോഡിനെ HTML പേജിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു HTML പേജ് യൂസ് ചെയ്തിട്ടാണ് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഫീച്ചേഴ്സ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റ് ടാഗ് ആവശ്യമാണ്. അപ്പോൾ അതാണ് മെയിൻ സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, നമ്മുടെ സ്ക്രിപ്റ്റിംഗ് കോഡിനെ HTML പേജിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക എന്നുള്ളത്. ഇനി സ്ക്രിപ്റ്റിന് മെയിൻലി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അത് ലാംഗ്വേജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് പല ടൈപ്പിലുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ആണോ VB സ്ക്രിപ്റ്റ് ആണോ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലാംഗ്വേജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യണത്. ഇവിടെ ഒരു എക്സാമ്പിൾ കോഡ് തന്നിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് എഴുതി, എന്നിട്ട് കുറച്ച് ഡോട്ടുകൾ ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് എന്താണോ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് അത് നമുക്ക് എഴുതി കൊടുക്കാം. സ്ക്രിപ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് എഴുതുക. യൂസ് ചെയ്യുന്നത് VB സ്ക്രിപ്റ്റ് ആണെങ്കിൽ ലാംഗ്വേജ് ഈക്വൽ ടു VB സ്ക്രിപ്റ്റ് എന്ന് എഴുതുക. അപ്പോൾ ഏത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് നമ്മൾ എഴുതുന്നത് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ലാംഗ്വേജ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റിൻ്റെ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യണത്. ഇവിടെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം തന്നിട്ടുണ്ട്. ടു ക്രിയേറ്റ് എ വെബ് പേജ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. നമുക്ക് ജസ്റ്റ് ഒരു കുഞ്ഞൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഫിഗർ 6.1 നോക്കുക. ഇതിൽ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഉണ്ട്, വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെ ഈ ഒരു ടെക്സ്റ്റിനെ വെബ് പേജിൽ സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാം? അപ്പോൾ മെയിൻലി നമുക്ക് ആദ്യം HTML ടാഗ് വേണം. HTML ഹെഡ് ടാഗ്, അതിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ ടാഗ് എഴുതി ജസ്റ്റ് ഒരു ടൈറ്റിൽ കൊടുത്തു, ജാവാസ്ക്രിപ്റ്റ് വെൽക്കം എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ കൊടുത്തു. ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു, ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. ബോഡി ടാഗ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് എന്താണോ ടെക്സ്റ്റ് എഴുതേണ്ടത് അത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്യുക, ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുക. എന്നിട്ട് എന്ത് ടെക്സ്റ്റാണോ നമുക്ക് എഴുതേണ്ടത് അത് ഇങ്ങനെ എഴുതുക, document.write, ഒരു പാരാന്തസിൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സിൽ ടെക്സ്റ്റ് എഴുതി വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ്. എന്നിട്ട് സെമികോളൻ ഇടാൻ മറക്കരുത്, സെമികോളൻ ഇടുക, സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ബോഡി ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ടെക്സ്റ്റിനെ ഡിസ്പ്ലേ ചെയ്യുന്നത്, വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇനി ഇവിടെ നമുക്ക് പുതിയ അതായിട്ട് പരിചയപ്പെടേണ്ടതാണ് document.write. ഈ document.write എന്ന് പറയുന്നൊരു ജാവാസ്ക്രിപ്റ്റ് കമാൻഡാണ്. അപ്പോൾ ആ ഒരു കമാൻഡ് യൂസ് ചെയ്യണത് ഒരു ടെക്സ്റ്റിനെ ബോഡി സെക്ഷനിൽ, HTMLൻ്റെ ബോഡി സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് നമുക്കൊരു വെബ് പേജിൽ എഴുതണം എന്നുണ്ടെങ്കിൽ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ document.write എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണോ ടെക്സ്റ്റ് എഴുതേണ്ടത് ആ ടെക്സ്റ്റിനെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ വെബ് പേജിൽ അത് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതേ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്ന വെബ് പേജിൻ്റെ പ്രോഗ്രാം നമുക്ക് ജസ്റ്റ് ഒരു വെബ് പേജ് HTML കോഡായിട്ട് എഴുതി നോക്കാം. അപ്പോൾ അത് എക്സാമ്പിൾ 6.2 എഴുതിയിട്ടുണ്ട്. വെറുതെ നമുക്ക് ആ ഒരു വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അത് HTML ഹെഡ് ടൈറ്റിൽ എഴുതുക, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ജസ്റ്റ് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് എഴുതി ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഇങ്ങനെ എഴുതിയാലും നമ്മുടെ വെബ് പേജിൽ ആ ഒരു ടെക്സ്റ്റ് കാണാൻ പറ്റും. നമ്മൾ ഇതേ ടെക്സ്റ്റ് തന്നെ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് എഴുതിയതാണ് എക്സാമ്പിൾ 6.1 കണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? document.write എന്ന് പറയുന്നൊരു കമാൻഡ്, ജാവാസ്ക്രിപ്റ്റ് കമാൻഡ് നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് ഇവിടെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. ടു ക്രിയേറ്റ് എ വെബ് പേജ് കണ്ടെയ്നിങ് ഹെഡിങ് ടാഗ്സ്. ഹെഡിങ് ടാഗുകൾ നമ്മുടെ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും, കുറച്ച് 1-2 ഹെഡിങ്. അപ്പോൾ 6.2 ഫിഗർ 6.2 നോക്കുക, 2 ഹെഡിങ്സ് അവിടെ ഉണ്ട്. അതെങ്ങനെ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം HTML എഴുതി, ഹെഡ് എഴുതി, ടൈറ്റിൽ എഴുതി, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് ആദ്യം ഒരു ഹെഡിങ് വേണം. അപ്പോൾ അത് H1 എഴുതി, H1 എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്താണോ ഹെഡിങ് ആയിട്ട് കാണിക്കേണ്ടത് അത് സ്ക്രിപ്റ്റായിട്ട് എഴുതുക. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് കൊണ്ട് ജാവാസ്ക്രിപ്റ്റ് document.write, ദിസ് ഈസ് ഇൻ H1 ഹെഡ്, അതാണ് നമ്മുടെ ഹെഡിങ്. അതിനുശേഷം സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യുക, H1 ക്ലോസ് ചെയ്യുക. അപ്പോൾ ഹെഡിങ് അതവിടെ വന്നു, ദിസ് ഈസ് ഇൻ H1 ഹെഡ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ BR
ടാഗ് വെച്ചു. അപ്പോൾ അടുത്ത ലൈനിൽ വരും. അതിനുശേഷം h2 എന്ന് പറയുന്ന ടാഗിൽ വീണ്ടും ഒരു ഹെഡിങ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് എഴുതി h2 ക്ലോസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ഹെഡിങ്ങിനെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു സിമ്പിൾ ടെക്സ്റ്റ് ഒരു വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ആൻസർ ചെയ്ത് നോക്കുക. ഓരോ ക്വസ്റ്റ്യൻസും ഏത് രീതിക്കാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കുക. നെക്സ്റ്റ് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യാം.